പെൻഷൻ 2500 എവിടെ? പ്രതീക്ഷകൾ 2000-ൽ തട്ടി നിൽക്കുന്നു. നിരാശയിൽ 62 ലക്ഷം ഗുണഭോക്താക്കൾ. 1800 കിട്ടി. പക്ഷേ, വാഗ്ദാനവും യാഥാർത്ഥ്യവും തമ്മിൽ 700 രൂപയുടെ അകലം. വയോജനങ്ങളുടെ ചോദ്യം തിരുവനന്തപുരം: സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കിടയിൽ ഉയരുന്ന ആകാംക്ഷയുടെയും ആശങ്കയുടെയും ഒരേയൊരു ചോദ്യം: 2500 രൂപ എന്ന വാഗ്ദാനം ഇനി എപ്പോൾ യാഥാർത്ഥ്യമാകും? വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, കർഷകത്തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെ എല്ലാ ക്ഷേമ പെൻഷനുകളും 1600-ൽ നിന്ന് 1800 രൂപയായി വർധിപ്പിച്ചപ്പോൾ ഒരു വിഭാഗം ആശ്വസിച്ചെങ്കിലും 2500 എന്ന വലിയ വാഗ്ദാനം പൂർണ്ണമായി നടപ്പാക്കാത്തതിലെ നിരാശ മറച്ചുവെക്കാതെ പൊതുജനം രംഗത്തെത്തി. 2000 എന്ന ചർച്ചാവിഷയം 2500 രൂപയിലേക്ക് ഉടനെത്താൻ സാധ്യതയില്ലെന്ന സൂചനകൾക്കിടെ തുക 2000 രൂപയാക്കി ഉയർത്താൻ സർക്കാർ തലത്തിൽ ചർച്ചകൾ നടക്കുന്നുവെന്ന അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2000 രൂപ പോലും യാഥാർത്ഥ്യമാകാതെ 1800-ൽ തട്ടി നിൽക്കുന്നത് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരുടെ പ്രതീക്ഷകളെയാണ് തകർക്കുന്നത്. ഞങ്ങൾക്ക് കേൾക്കണമായിരുന്നു 2500 ആയി എന്ന്. 2000 ആക്കുമെന്നൊരു സംസാരം ഇടയ്ക്ക് കേട്ടു. 1800 കിട്ടിയപ്പോൾ അത് തീരെ കുറവായല്ലോ എന്നാണ് തോന്നിയത്. ഞങ്ങൾക്ക് 2500 കിട്ടിയാൽ മാത്രമേ മരുന്നും കറന്റ് ബില്ലും കഴിഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയൂ. ബാക്കിയുള്ള 700 രൂപയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ കാത്തിരിപ്പ്. ഒരു ഗുണഭോക്താവിന്റെ പ്രതികരണം: പെൻഷൻകാരുടെ പ്രധാന ആശങ്കകൾ: അകലം 700 രൂപ. 2500 രൂപയാണ് തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തതെങ്കിൽ നിലവിലെ 1800 രൂപയുമായി 700 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ കുറവ് വിലക്കയറ്റത്തെ നേരിടാൻ മതിയാവുന്നില്ല. എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ ദുരിതം. വാർദ്ധക്യ പെൻഷൻകാർക്ക് മാത്രമല്ല, ഏക ആശ്രയമായ വിധവാ പെൻഷൻകാർക്കും ഭിന്നശേഷിക്കാർക്കും ഈ 1800 രൂപ അധികഭാരമാണ് നൽകുന്നത്. ബാക്കി തുക എന്ന ചോദ്യം: 2500 രൂപ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് പല വയോജനങ്ങൾക്കും ഇപ്പോഴത്തെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുന്നത്. ആ വിശ്വാസം പൂർണ്ണമാക്കാൻ അധികൃതർ നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഞങ്ങൾക്ക് ഈ പെൻഷനാണ് ആശ്രയം. വാക്ക് പാലിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എന്ന് എല്ലാ വിഭാഗം പെൻഷൻകാരും ഒറ്റസ്വരത്തിൽ പറയുന്നു. ഈ കാത്തിരിപ്പിന് എത്രയും പെട്ടെന്ന് വിരാമമാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം. ന്യൂസ് CET തിരുവനന്തപുരം.